ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കുള്ള കാര്യമായ എതിർപ്പ്, അള്ളാഹു അല്ലാത്തവരെ നിരുപാധികം അനുസരിക്കൽ ശിർക്കാണ് എന്നവർ വാദിക്കുന്നുണ്ട്. അത് ഇസ്ലാമിലുള്ളതല്ല. മൗദൂദി സാഹിബിന് മുമ്പ് മതരംഗത്ത് അങ്ങനെ ഒരു ശബ്ദം കേൾക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സൽസബിയിൽ പുസ്തകം 3 ലക്കം 3 പേജ് 40. നിരുപാധികമായ അനുസരണം അള്ളാഹുവിനെ മാത്രമേ അനുസരണം പാടുള്ളൂ, നിരുപാധികമായ അനുസരണം അവന് മാത്രമായിരിക്കണം എന്ന് മതരംഗത്ത് മൗദൂദി സാഹിബിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ഇബാദത്തിന് അനുസരണം എന്നർത്ഥം എന്നാണല്ലോ പറഞ്ഞത്. ഇനി അതിന് നേരെ എതിരെ അദ്ദേഹം തന്നെ എഴുതുകയാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ഉറപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്നത് ഇമാം റാസിയുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവർകൾ എഴുതിവിട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാൻ തന്നെ, പക്ഷേ ഈ പറഞ്ഞത് മഹാതെറ്റാണ്. മഹാനായപ്പോ മഹാതെറ്റ്. സൽസബിയിൽ പുസ്തകം 2 ലക്കം 8 പേജ് 45, 46. എങ്ങനെയുണ്ട്? ആദ്യം അനുസരണം എന്ന അർത്ഥം മൗദൂദി സാഹിബ് അല്ലാതെ ലോകത്താരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി. പിന്നെ ആയിരിക്കും ഈ റാസി നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇമാം റാസിയിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായി? അദ്ദേഹം മഹാൻ തന്നെ, പക്ഷേ ഈ പറഞ്ഞത് മഹാതെറ്റാണ്. ഒരനുസരണം അർത്ഥം ഇമാം റാസി മാത്രമല്ല, ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞതും ഒരു വിഷയത്തിൽ തർക്കം ഒരു പ്രശ്നവും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്തതായ വിഷയമാണ്. ആർക്കെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് മർഹൂം KC അബ്ദുള്ളയുടെ ഇബാദത്ത് സമഗ്രമുണ്ടെന്ന എത്ര കട്ടിയുള്ള പുസ്തകമാണ്. അതിൽ കിതാബിന്റെ ഇബാദത്ത് കൊണ്ട് 5 കളി നിങ്ങൾ കാണുമ്പോൾ ബോധ്യം വരും എന്തുമാത്രം തെളിവ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ട്. ഇവരാകെ ഒരു നോട്ടീസ് ഇറക്കി ഇത്ര വലുപ്പത്തിൽ, അതെന്നെ ഇപ്പൊ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടൂല. ഇനി കിതാബ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിനെ വെറുതെയാവും. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബുക്ക് നമ്മൾ ഇറക്കിയാൽ ഇപ്പൊ ഞാൻ ഇവിടെ വായിച്ച മാതിരി ഉണ്ടാവും. അപ്പൊ ഇതിലൊരു സംഗതി കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് മൗലവി ബഹുഭാരിത്വത്തെക്കുറിച്ചും ഭക്ഷണമര്യാദകളെക്കുറിച്ചും മാത്രമേ ലേഖനം എഴുതാറുള്ളൂ. പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഈ മാതിരി വിഷയം പ്രസംഗിക്കാറുള്ളൂ. മൂപ്പരും കൂടി ഈ മാതിരി വിഷയത്തിൽ ലേഖനം എഴുതിയിരുന്നെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയല്ല, വൈരുദ്ധ്യങ്ങളുടെ ഒരു മലബാർ മഹോത്സവം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സംഘടന ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുക്കാനും ഒരു ഏകാഭിപ്രായമുണ്ടാക്കാനും ശ്രമിക്കുന്നതിന് മുമ്പ് ഏകാഭിപ്രായത്തോടുകൂടി ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ജനമധ്യത്തിൽ തുരങ്കം വെക്കാനും പരസ്യമായിട്ട് പരിഹസിക്കാനും ശ്രമിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്നാലും ഒരു മാസക്കാലം ഈ പൊള്ളത്തരമൊന്നങ്ങ് പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടീം കേരളക്കരയിൽ നിന്ന് വിട്ടു പോകുമെന്നും നമ്മുടെ അനുബന്ധം കൊണ്ട് മാത്രമാണ് ഇത് നിലനിന്നു പോകുന്നത് എന്നുമുള്ള വാസ്തവമെങ്കിലും മനസ്സിലാക്കിയിട്ട് സാമാന്യ മര്യാദക്ക് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കാം. നമ്മൾ ഐക്യത്തിന്റെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആദർശത്തിന്റെ പിന്നിലുള്ള ഐക്യത്തിന് വേണ്ടി ഈ മാതിരിയുള്ള ചർച്ചകൾ ഗുണകരമാകുന്നുവെങ്കിൽ നല്ലതാണ്. അതിന്റെ ലൈനിൽ നിന്ന് ഇത് എത്തുമ്പോൾ ഞങ്ങളിൽ നിർത്തും. അത് പരാജയമായി നമ്മൾ കാണാറുമില്ല.